കലാഭവൻ മണിയെ പോലത്തെ ഒരാൾ ആണ് മുമ്പിലിരിക്കണമെന്ന് വിചാരിച്ചു. പുള്ളി നെഗറ്റീവ് ക്യാരക്ടറാണ്. വള്ളത്തിൽ പോണ സമയത്ത് നിനക്ക് നീന്താൻ അറിയാം, പക്ഷെ പുള്ളിക്ക് അറിയില്ല. അതറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ് പേടിപ്പെടുത്താൻ. നീന്താൻ അറിയാമോ സാറിന്? അപ്പോൾ നീന്താൻ അറിയാം സാറ് പല എക്സ്പ്രഷനിൽ ചോദിക്കണം, ദേഷ്യത്തിൽ ചോദിക്കണം, ചിരിച്ചുകൊണ്ട് ചോദിക്കണം, അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് ഞാൻ എത്തി. അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ എൻ്റെ സ്പ്ലെൻഡർ ബൈക്കിൽ നമ്മുടെ നേമം ഭാഗത്ത് ഞാൻ ഏതോ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഹരിയൻ സാറിൻ്റെ കോൾ വരുന്നു ലാൻഡ് ലൈനിൽ നിന്ന്. പല്ലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് പല്ലിന് കുഴപ്പമുണ്ട്. പല്ലെൻ്റെ ഈ പല്ല് ചിപ്ഡായിരുന്നു, കാൽഭാഗം പോയിരിക്കുകയായിരുന്നു. ഞാനൊരു സൈക്കിളിൽ നിന്ന് വന്നത് കോളേജ് സമയത്ത്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ശരിയാക്കാം. ഞാൻ പല്ലൊക്കെ പോയി ശരിയാക്കി. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ള കേട്ടോ, ഷാജിയൻ കരുൺ എന്ന് പറഞ്ഞ ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ ഉണ്ട് ഞാൻ ഷാജിയൻ കരുൺ. അപ്പോൾ ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് ബൈക്കിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ മൊബൈലുണ്ട്, ഞാൻ എയർടെലാണല്ലോ വർക്കാണ്. സാർ ഇത് മറ്റേ കഥകളി പടം എടുത്ത ആളല്ലേ? എൻ്റെ പൊന്നുമോനെ, ആ പടത്തിൻ്റെ പേര് വാനപ്രസ്ഥം എന്നാണ്. നീ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കണ്ട. നീ അവിടെ ചെല്ലുക, പുള്ളിയെ മുഖം കാണിക്കുക, അവിടെ നിന്ന് വരിക.